അപ്പം ഇന്ന് എൻ്റെ വീട്ടിലൊരു വൈകുന്നേരമാണ് കേട്ടോ. ഉച്ചക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് എണീറ്റത്. അപ്പോൾ എണീറ്റ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ വാപ്പ കടയിലൊക്കെ പോയിട്ട് കടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായക്കുള്ളത്. അപ്പോഴത്തേക്ക് ഉമ്മ ചായയൊക്കെ ഇവിടെ കാച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ളത് പരിപ്പോടെയെന്ന് വാപ്പാക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ പരിപ്പോടെയും സവാള വടയും കൂടെ ഇട വാങ്ങിച്ചേക്കുന്നത്. എനിക്ക് ഈ രണ്ടും സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാൽ ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയുടെ അടയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അടയും നല്ല സൂപ്പർ സാധനമായിരുന്നു. പിന്നെ ഉമ്മ നേരെ പച്ചക്കറികളൊക്കെ അരിയാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും പണിയൊന്നും എടുക്കണ്ടല്ലോ, കറിയൊക്കെ ഞാൻ തന്നു വിടാമെന്ന് പറഞ്ഞിട്ട് ആളെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എൻ്റെ നാത്തൂനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആളും ചായ കുടിക്കുകയാണ്. നമ്മൾ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ബേക്കോഴ്സ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റാണ്. അപ്പം അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരിക്കാറുണ്ട് കേട്ടോ. അടക്കളയിൽ ഇരുന്നിട്ട് എല്ലാവരും സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഹാളിലും റൂമിലൊക്കെ ഇരിക്കുന്നതും കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും അങ്ങനെ നേരെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കടയിലൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞാനും അതിന് ദിവസം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. സാമ്പാറും പപ്പടവും ഉണക്കലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് കുറേ കുരു വന്നിട്ടുണ്ട്.